ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടുകൂടെ ഈ പ്രാർത്ഥന ചൊല്ലുകയും ഇത് അനേകർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് തീർച്ചയായും നിങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരും. ഈ രാത്രിയിൽ നമ്മെ അലട്ടുന്ന ഭാരങ്ങളെയും പ്രയാസങ്ങളെയും രോഗങ്ങളെയും ബുദ്ധിമുട്ടുകളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കും. നിന്റെ പ്രശ്നങ്ങൾ എത്ര കാഠിന്യമേറിയത് ആണ് എങ്കിലും, നിന്റെ നിലവിളി എത്ര ആഴത്തിൽ നിന്നുള്ളതാണെങ്കിലും ദൈവം കുനിഞ്ഞ് അത് ശ്രദ്ധിക്കുന്നു. തക്ക സമയത്ത് ദൈവം നിനക്ക് ഉത്തരമരുളും. അവിടുന്ന് നിന്നിൽ പ്രസാദിച്ച് നിന്നോട് കരുണ കാണിക്കും. ഗുരുതരമായ പ്രശ്നങ്ങളിൽ അകപ്പെട്ട് സഹായത്തിന് ആരുമില്ലാതിരുന്ന നേരം ദൈവത്തിനു വേണ്ടി ക്ഷമയോടെ കാത്തിരുന്ന തന്നെ സകല പ്രശ്നങ്ങളിൽ നിന്നും കരകയറ്റിയ ദൈവത്തെക്കുറിച്ചുള്ള സാക്ഷ്യമാണ് ഇന്ന് നാം കേൾക്കാൻ പോകുന്ന സങ്കീർത്തനം 40 കൂടി സങ്കീർത്തകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. തൻ്റെ സ്വന്തം ശക്തിയാലും യുക്തിയാലും ബുദ്ധിയാലും എത്ര ശ്രമിച്ചിട്ടും പിടിച്ചു നിൽക്കാനോ കരകയറാനോ സാധിക്കാത്ത നിസ്സഹായമായ അവസ്ഥയിൽ, തൻ്റെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ആരും അറിയുകയോ കാണുകയോ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിൽ തനിക്ക് ആശ്രയിക്കാൻ ദൈവത്തിൻ്റെ വാഗ്ദാനം മാത്രമായിരുന്നു. ആ ദൈവിക വാഗ്ദാനം വിശ്വസിച്ച് വാഗ്ദാനം ചെയ്ത ദൈവത്തിനു വേണ്ടി ക്ഷമാപൂർവം കാത്തിരുന്ന സങ്കീർത്തകന് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കരകയറ്റപ്പെട്ട അവസ്ഥയുണ്ടായി. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ, അവിടുത്തെ വചനത്തിൽ വിശ്വസിച്ച് കാത്തിരുന്നപ്പോൾ ആ വചനത്തിൽ തൻ്റെ ജീവിതം ഉറപ്പിക്കപ്പെട്ടു. ദൈവവചനത്തിൽ ഉറപ്പിക്കപ്പെട്ടവൻ്റെ ഓരോ പരിശ്രമവും വിജയം കണ്ടു എന്നാണ് സങ്കീർത്തകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നിരാശയുടെ ഹൃദയത്തിൽ സന്തോഷത്തിൻ്റെ ഗാനങ്ങൾ കർത്താവ് എഴുതി ചേർത്തു. ഈ ദൈവത്തെ വിശ്വസിക്കുന്നതും ശരണപ്പെടുന്നതും ആരാധിക്കുന്നതും എത്രയോ ഭാഗ്യപ്പെട്ട അവസ്ഥയാണ്. ഇത്രയധികം നമ്മോട് കരുണ കാണിച്ച, നമ്മെ രക്ഷിച്ച ഈ ദൈവത്തെ പോലെ നമ്മുടെ രക്ഷയ്ക്കായി മറ്റൊന്നും ആകാശത്തിലോ ഭൂമിയിലോ സമസ്ത സൃഷ്ടികളിലോ ഇല്ല. മറ്റൊരുവനിലും രക്ഷയില്ല. മറ്റാർക്കും നമ്മെ രക്ഷിക്കാൻ സാധ്യമല്ലെന്ന് സങ്കീർത്തകൻ വീണ്ടും വീണ്ടും ഈ സങ്കീർത്തനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിന്റെ പ്രശ്നങ്ങൾ എത്ര കാഠിന്യമേറിയത് ആണ് എങ്കിലും, ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന നിന്റെ പ്രശ്നങ്ങൾ എത്ര കാഠിന്യമേറിയത് ആണെങ്കിലും, നിന്റെ നിലവിളി എത്ര ആഴത്തിൽ നിന്നുള്ളതാണെങ്കിലും ദൈവം കുനിഞ്ഞ് അത് ശ്രദ്ധിക്കുന്നു. തക്ക സമയത്ത് ദൈവം നിനക്ക് ഉത്തരമരുളും. അവിടുന്ന് നിന്നിൽ പ്രസാദിച്ച് നിന്നോട് കരുണ കാണിക്കും. നിനക്ക് സുരക്ഷിതത്വവും സമാധാനവും സംരക്ഷണവും അവിടുന്ന് നൽകും. ഈ ദൈവത്തിലുള്ള നിന്റെ വിശ്വാസം നിന്റെ ഓരോ ചുവടും ഉറപ്പും സുരക്ഷിതത്വവും നൽകും. തൻ്റെ എണ്ണമറ്റ അത്ഭുത പ്രവൃത്തികൾ എപ്പോഴും നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണമാകുന്നു. ഈ രാത്രി നാം ആയിരിക്കുന്നത് ഈ ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. അവിടുത്തെ സന്നിധിയിൽ നിന്റെ മനസ്സ് തുറക്കുക, ഹൃദയം തുറക്കുക. അവിടുന്ന് നിന്റെ വിലാപം മാറ്റി ആനന്ദഗീതം നിന്റെ ഹൃദയത്തിൽ നിക്ഷേപിക്കും. ഈ രാത്രിയിൽ നിന്റെ എല്ലാ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും വെല്ലുവിളികളെയും തകർന്ന അവസ്ഥയെയും, ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയെ, ഒറ്റപ്പെട്ട അവസ്ഥയെ, ആരും മനസ്സിലാക്കാത്ത അവസ്ഥയെ, വേദന നിറഞ്ഞ അവസ്ഥയെ, പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങളെ, ഇതുവരെ പ്രതീക്ഷിക്കാത്ത രോഗങ്ങളെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം.
നമ്മുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളെ ഓരോന്നും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച്, എൻ്റെ കർത്താവ് എന്നെ കേൾക്കുന്നുണ്ട്, അവിടുന്ന് എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, എന്നോട് കരുണ കാണിച്ച് എൻ്റെ നിലവിളി അവിടുന്ന് കേൾക്കുകയും എനിക്ക് ഉത്തരം നൽകുകയും ചെയ്യും എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന സാധിക്കുന്ന മറ്റുള്ളവരിലേക്കും ഇത് അയച്ചു കൊടുക്കുക. അങ്ങനെ ഈ ശുശ്രൂഷയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. കർത്താവായ ദൈവം നിങ്ങളെ സമൃദ്ധമായി ഈ രാത്രിയിൽ അനുഗ്രഹിക്കും. വിശ്വാസത്തോടെ നാളത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 40, 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു. അവിടുന്ന് ചെവി ചായിച്ച് എൻ്റെ നിലവിളി കേട്ടു. ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി. എൻ്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു, കാൽവെപ്പുകൾ സുരക്ഷിതമാക്കി. അവിടുന്ന് ഒരു പുതിയ ഗാനം എൻ്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചു, നമ്മുടെ ദൈവത്തിന് ഒരു സ്തോത്രഗീതം. പലരും കണ്ട് ഭയപ്പെടുകയും കർത്താവിൽ ശരണം വയ്ക്കുകയും ചെയ്യും. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. വഴിതെറ്റി വ്യാജദേവന്മാരെ അനുഗമിക്കുന്ന അഹങ്കാരികളിലേക്ക് അവൻ തിരിയുന്നില്ല. ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു. അങ്ങേക്ക് തുല്യനായി ആരുമില്ല. ഞാൻ അവയെ വിവരിക്കാനും പ്രഘോഷിക്കാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിലേക്ക് എൻ്റെ ഈ പ്രിയപ്പെട്ടവരെ, പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളുള്ള, വേദനകളും നിസ്സഹായ അവസ്ഥയുമുള്ള, എത്ര പരിശ്രമിച്ചിട്ടും പരിഹാരം കാണാൻ കഴിയാത്ത, എത്ര പരിശ്രമിച്ചിട്ടും എല്ലാം പരാജയപ്പെട്ടു പോകുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കർത്താവേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, സകല പ്രശ്നങ്ങളിൽ നിന്നും ഈ മക്കളെ കരകയറ്റണമേ. ഗുരുതരമായ പ്രശ്നങ്ങളിൽ അകപ്പെട്ട് സഹായത്തിനാരുമില്ലാതെ ദൈവമേ, നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈ മക്കളുടെ മേൽ നീ ഈ രാത്രിയിൽ കരുണ ചൊരിയണമേ. അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് എത്ര ശ്രമിച്ചിട്ടും പിടിച്ചു നിൽക്കാനോ കരകയറാനോ സാധിക്കാത്ത നിസ്സഹായ അവസ്ഥയിൽ ദൈവമേ, നീ അവരുടെ മേൽ കരം നീട്ടി അവരുടെ തകർച്ചയിൽ നിന്നും നീ അവരെ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വാഗ്ദാനം ഞങ്ങൾക്ക് ജീവനും സമൃദ്ധിയും സുരക്ഷിതത്വവും സമാധാനവും സൗഖ്യവും നൽകി ഈ രാത്രിയിൽ നല്ലൊരു ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ക്ഷമാപൂർവം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, യുവതി യുവാക്കളെ, സഹോദരി സഹോദരന്മാരെ, വയോവൃദ്ധരെ, അവരുടെ നിലവിളി കേൾക്കണമേ. നിന്റെ ചെവി ചായിച്ച് അവരുടെ പ്രാർത്ഥന കേൾക്കണമേ. അവർക്ക് ഉത്തരം നൽകണമേ. കർത്താവേ, ഇന്ന് നിരാശയുടെ ഹൃദയത്തിൽ നിന്ന്, നിരാശയുടെ മനസ്സിൽ നിന്ന് നിന്റെ സന്തോഷത്തിൻ്റെ ഗാനങ്ങൾ കേൾക്കുവാൻ ഇന്നീ രാത്രിയിൽ ഈ പ്രാർത്ഥനയിൽ കൂടി നീ ഇടപെടണമേ. കർത്താവേ, അങ്ങയിൽ വിശ്വസിക്കുന്നതും ശരണപ്പെടുന്നതും ആരാധിക്കുന്നതുമായ എല്ലാവരെയും ഈ രാത്രിയിൽ നീ കരുണയോടെ വീക്ഷിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന അവിശ്വാസം, ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ, തിന്മകൾ ഈ രാത്രിയിൽ ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി, സൗഖ്യം നൽകി, ശരീരത്തിനും മനസ്സിനും സൗഖ്യം നൽകി, അന്തരാത്മാവിന് വിശുദ്ധി നൽകി. കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തർക്കും ഈ പ്രാർത്ഥനയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക്, അങ്ങയിൽ ശരണപ്പെട്ട് കാത്തിരിക്കുന്ന ഈ മക്കളുടെ മേൽ ഈ രാത്രിയിൽ ദൈവമേ നിന്റെ അത്ഭുത കരങ്ങൾ നീട്ടണമേ. നിന്നിൽ നിന്നും ഞങ്ങൾക്കൊരു അത്ഭുതം ആവശ്യമാണ്. കർത്താവേ, അത്ഭുത പ്രവർത്തകനായ ദൈവമേ, അനേക നാളായി ചില വിഷയങ്ങളുടെ മേൽ വേദനിച്ചിരിക്കുന്ന ചില മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ അവരോട് നീ കരുണയുണ്ടാകണമേ.
കർത്താവേ, സംസാരശേഷി ഇല്ലാത്ത ഒരു കുഞ്ഞുമകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവന് സ്ഫുടമായി സംസാരിക്കാനുള്ള ശക്തി നൽകി അവൻ്റെ നാവിൻ്റെ കെട്ടുകൾ അഴിച്ച്, നാവിൻ്റെ ബന്ധനങ്ങൾ അഴിച്ച് ഈ രാത്രിയിൽ ആ മകന് സംസാരിക്കാനുള്ള ശക്തി നൽകി നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് 39ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഒരു ദമ്പതികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യവും എപ്പോഴും ദൈവികമായ സന്തോഷവും സമാധാനവും നൽകി, ശക്തി നൽകി, ബുദ്ധി നൽകി, ആരോഗ്യം നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതി കാത്തിരിക്കുന്നവരെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പഠിക്കാൻ മടിയുള്ള ചില മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്കൂളിലോ കോളേജിലോ പോകാൻ തന്നെ മടി കാണിക്കുന്ന, പഠനത്തിനോടുള്ള വിരക്തിയുള്ള എല്ലാവർക്കു വേണ്ടി ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികളായ ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബയോപ്സിക്ക് അയച്ചിട്ട് റിസൾട്ട് വരുമ്പോൾ നോർമൽ എന്ന് കേൾക്കാൻ നീ ശക്തമായി ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരുടെ മേൽ നീ രാത്രിയിൽ കരുണ ചൊരിയണമേ. ഈ പ്രാർത്ഥന കേൾക്കുന്ന, ഈ പ്രാർത്ഥനയിൽ കൂടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന, ഈ പ്രാർത്ഥന അനേകർക്ക് അയച്ചു കൊടുക്കുന്ന എല്ലാവരുടെയും മേൽ ഈ രാത്രിയിൽ നീ കരുണ ചൊരിഞ്ഞ്, ദൈവമേ, നിന്റെ അത്ഭുതം ദർശിക്കുവാൻ അവരെ നീ ഇടവരുത്തണമേ. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, ഇനി കരകയറാൻ സാധിക്കത്തില്ല എന്ന് കരുതിയ പ്രശ്നങ്ങളിൽ നിന്നും കർത്താവേ, നിന്റെ ശക്തമായ കരം ഞങ്ങളെ കരകയറ്റി ഉറപ്പുള്ള പാറമേൽ, നിന്റെ വചനമാകുന്ന പാറമേൽ ഞങ്ങളെ ദൃഢപ്പെടുത്തണമേ, സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വാഗ്ദാനത്തിൽ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നീ ഞങ്ങളെ കരുതുന്ന ദൈവമാണ്. ഏതൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നാലും എൻ്റെ കർത്താവിന് എന്നെ ഉയർത്താൻ സാധിക്കും. എൻ്റെ ഹൃദയത്തിൽ നിന്ന്, മനസ്സിൽ നിന്ന് നിരാശ മാറ്റി, വിലാപഗാനങ്ങൾ മാറ്റി, ദുഃഖത്തിൻ്റെ അവസ്ഥ മാറ്റി, സന്തോഷം കൊണ്ട് കർത്താവേ, ഈ രാത്രിയിൽ നീ എന്നെ നിറയ്ക്കണമേ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിസയുടെ കാലാവധി തീരാറായ ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ വിദേശത്ത് വേദനയോടെ കഴിയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടു പോയവർക്ക്, വരുമാനം നഷ്ടപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിരാശയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ പ്രത്യാശയുടെ കരം നീട്ടി അവരെ രക്ഷിക്കണമേ. ഏത് അവസ്ഥയിലും, എത്ര താഴ്ന്നു പോകുന്ന പ്രശ്നങ്ങളാണെങ്കിലും, തകർന്നു പോകുന്ന അവസ്ഥയാണെങ്കിലും, നിങ്ങൾ ദൈവത്തിലുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കുക. ദൈവവചനത്തിൽ ആഴത്തിൽ വിശ്വസിക്കുക. ആ വിശ്വാസമാണ് നിങ്ങൾ തളർന്നു പോകാതെ പിടിച്ചു നിർത്തുന്ന ദൈവത്തിൻ്റെ പാറ, ഉറപ്പുള്ള പാറ. ആ പാറമേൽ നിങ്ങൾ ഉയർന്നു നിൽക്കാൻ ദൈവത്തിലുള്ള ആഴത്തിലുള്ള വിശ്വാസം നിങ്ങളെ സംരക്ഷിക്കട്ടെ. ഈ രാത്രിയിൽ നല്ല ഒരു ഉറക്കം നൽകി, ഹൃദയത്തിൻ്റെ മുറിവുകൾ, വേദന, നിസ്സഹായത എല്ലാം എടുത്തു മാറ്റി കർത്താവിൽ ശുഭപ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് വിശ്വസിച്ച് പൂർണ്ണമായി കർത്താവിൽ ശരണപ്പെടുകയും പ്രത്യാശിക്കുകയും ചെയ്തുകൊണ്ട് ഈ രാത്രിയിൽ കർത്താവ് നിങ്ങൾക്ക് നല്ല ഒരു ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ നിയോഗങ്ങളെ അവിടുന്ന് ശക്തമായി ഇടപെട്ട് നിങ്ങൾക്ക് വിജയം നൽകി നിങ്ങളെ അനുഗ്രഹിച്ചുയർത്തട്ടെ. ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കു വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. ഒപ്പം ഞങ്ങൾക്കു വേണ്ടിയും ഞങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും നിങ്ങളും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കമൻറ്റ് സെക്ഷനിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ തീർച്ചയായും പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ വലതുകരം ഈ രാത്രിയിൽ നിങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ മനസ്സിൻ്റെ വേദനയും അസ്വസ്ഥതയും നിരാശയും മാറ്റി, ദുഃഖവും വിഷമങ്ങളും രോഗങ്ങളെല്ലാം മാറ്റി പരിപൂർണ സൗഖ്യം നൽകി ഈ രാത്രിയിൽ കർത്താവ് നിനക്ക് സുരക്ഷിതത്വം നൽകി നിന്റെ നിരാശയെ പൂർണ്ണമായും എടുത്തുമാറ്റി ദൈവിക ആനന്ദം കൊണ്ടും ദൈവസ്നേഹം കൊണ്ടും ഈ രാത്രിയിൽ നിന്നെ നിറയ്ക്കട്ടെ. നിന്റെ സകല പാപങ്ങളും കർത്താവ് ക്ഷമിക്കട്ടെ. ഈ രാത്രിയിൽ ദൈവത്തിലുള്ള ആഴത്തിലുള്ള വിശ്വാസം നൽകി ജീവിതത്തിൽ മുന്നേറാനുള്ള ശക്തി നൽകി, ഒന്നിനെയും ഭയപ്പെടാതെ, ഒരു പ്രശ്നങ്ങളെയും ഭയപ്പെടാതെ ശക്തനായ ദൈവത്തിൻ്റെ കരം നിന്നെ താങ്ങി നടത്തുന്ന, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ കരുതുന്ന, നിന്നെ സുഖപ്പെടുത്തുന്ന, നിന്നെ രക്ഷിക്കുന്ന, നിന്നെ ശക്തിപ്പെടുത്തുന്ന, ധൈര്യപ്പെടുത്തുന്ന കർത്താവിൻ്റെ കരം പിടിച്ച് ഈ രാത്രിയിൽ നീ ഉറങ്ങാൻ കിടക്കുക. നാളെ നല്ലൊരു ദിവസം കാണാൻ കർത്താവ് നിനക്ക് ആയുസ്സും ആരോഗ്യവും നൽകി അവിടുന്ന് നിന്നെ വിളിച്ചുണർത്തി അനുഗ്രഹിക്കും. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ കർത്താവ് നിന്നെ ഈ പ്രാർത്ഥനയിലൂടെ തന്നെ ഇടവരുത്തട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും, മരണത്തിൽ നിന്നും, അന്ധകാരത്തിൽ നിന്നും, ദുഷ്ടാത്മാക്കളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും, പൈശാചിക പീഠകളിൽ നിന്നും ഈ രാത്രിയിൽ കർത്താവ് നിനക്ക് സുരക്ഷിതത്വം നൽകി, സംരക്ഷണം നൽകി, പരിപൂർണ സൗഖ്യവും സന്തോഷവും നൽകി ഈ രാത്രിയിൽ നിന്നെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.